സമകാലികത്തിന് മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത് നിങ്ങളുടെ കൈവശം മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത്. ഇതിൽ ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് മൊബൈൽ റീചാർജ് വൗച്ചറുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു കോംബോ ഓഫർ ആയിരിക്കും നിങ്ങൾക്ക് നൽകുന്നത്. വോയിസ് കോളുകൾ, ഡാറ്റ, SMS എന്നിവയെല്ലാം ചേർത്തുള്ള ഒരു വിലയാണ് കമ്പനികൾ നിശ്ചയിക്കുന്നത്. ഉപഭോക്താവ് പലപ്പോഴും ഇതിൽ എല്ലാം ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ വരുമ്പോൾ ഉപയോഗിക്കാത്ത ഡാറ്റക്കാണ് നിങ്ങൾ പണം ചെലവഴിക്കുന്നത്. ഇത് ഒഴിവാക്കാൻ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ അതായത് ട്രായ് പുതിയൊരു പദ്ധതി പരീക്ഷിക്കുകയാണ്. വോയിസ് കോളുകൾ, ഡാറ്റ, SMS എന്നിവയ്ക്കായി വെവ്വേറെ റീചാർജ് വൗച്ചറുകൾ അവതരിപ്പിക്കാനാണ് ട്രായ് ലക്ഷ്യമിടുന്നത്. ഇത് സംബന്ധിച്ച കൺസൾട്ടേഷൻ പേപ്പർ ട്രായ് പുറത്തിറക്കിയിട്ടുണ്ട്. സ്പെഷ്യൽ താരിഫ് വൗച്ചറുകളുടെയും കോംബോ വൗച്ചറുകളുടെയും പരമാവധി വാലിഡിറ്റി 90 ദിവസമാക്കി വർദ്ധിപ്പിക്കുന്നതിനുള്ള സാധ്യതയും ട്രായ് അന്വേഷിക്കുന്നുണ്ട്. ഓഗസ്റ്റ് മാസം 23 വരെ ഉപയോക്താക്കൾക്ക് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ സമർപ്പിക്കാം. എന്നാൽ ഈ നിർദ്ദേശം മുന്നോട്ട് വരുമ്പോൾ രണ്ട് രീതിയിലാണ് പൊതുവെയുള്ള പ്രതികരണം. ഇത് നല്ലൊരു കാര്യമാകുമെന്ന് ഒരു വിഭാഗം പറയുന്ന കൂട്ടത്തിൽ തന്നെ പണ്ട് SMS ഒരു പ്രത്യേക റീചാർജ്, പിന്നീട് മൊബൈൽ കോളിന് വേണ്ടിയിട്ട് പ്രത്യേക റീചാർജ്, ഡാറ്റയ്ക്ക് വേണ്ടി വേറെ റീചാർജ്, ഇങ്ങനെ വരുമ്പോൾ ഇപ്പോൾ നൽകുന്ന കോംബോയേക്കാൾ കൂടുതൽ തുക നൽകേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. മൂന്നും ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ 500 രൂപയ്ക്ക് ലഭിക്കുന്നത് പിന്നീട് ഈ ഒരു 3 കാര്യവും ഉപയോഗിക്കണമെങ്കിൽ ഒരു 650 രൂപയെങ്കിലും ചെലവഴിക്കേണ്ട സാഹചര്യം ഉണ്ടാകുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഏതായാലും 2024 ഓഗസ്റ്റ് മാസം 23 വരെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള സമയമാണ് അനുവദിച്ചിരിക്കുന്നത്. രണ്ടാമതായി മിക്ക സമയത്തും വരുന്ന ചോദ്യമാണ് ഒരാൾക്ക് എത്ര സിം കാർഡ് വരെ ഉപയോഗിക്കാം അതല്ലെങ്കിൽ സൂക്ഷിക്കാം എന്നുള്ളത്. ഇന്ത്യയിൽ നിയമപ്രകാരം 9 സിം കാർഡുകളാണ് നിങ്ങൾക്ക് ഒരു സമയം ഉപയോഗിക്കാൻ സാധിക്കുന്നത്. അതിൽ കൂടുതൽ സിം കാർഡുകൾ അതല്ലെങ്കിൽ 9 സിം കാർഡുകളിൽ തന്നെ നിങ്ങൾ ഉപയോഗിക്കാത്ത അതല്ലെങ്കിൽ നിങ്ങൾ മാറ്റിവെച്ച സിം കാർഡുകൾ ഉണ്ട്, ആവശ്യമില്ല എങ്കിൽ അത് അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ നിങ്ങളുടെ പേരിലെടുത്ത സിം കാർഡുകൾ ആരെങ്കിലും ദുരുപയോഗം ചെയ്താൽ അതിന്റെ ഉത്തരവാദിത്തം നിങ്ങൾക്കും ഉണ്ടാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് ട്രായിയുടെ പുതിയ തീരുമാനവും അതോടൊപ്പം തന്നെ സിം കാർഡുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി. മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.